നീലേശ്വരം കോട്ടപ്പുറം ഹൗസ് ബോട്ട് ടെർമിനലിലെ വായനായിടത്തിലെ പുസ്തകശേഖരം 2000-ഓളമായി. ഏറ്റവും ഒടുവിലായി ബുക്ക് ഷോപ്പ് ഓണേഴ്സ് ഫോറം പ്രവർത്തകരാണ് ഇവിടേക്ക് പുസ്തകങ്ങൾ സംഭാവന ചെയ്തത്. This news sponsored by ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി, നിത്യാനന്ദ ബിൽഡിംഗ്, കാഞ്ഞങ്ങാട്. 40 പുസ്തകങ്ങളുമായി 2.5 വർഷം മുമ്പാണ് കോട്ടപ്പുറത്തെ ഹൗസ് ബോട്ട് ടെർമിനലിൽ വെളിച്ചം എന്ന പേരിലുള്ള ഈ വായനായിടം പ്രവർത്തനം ആരംഭിച്ചത്. ഇതിലെ പുസ്തകശേഖരമാണിപ്പോൾ 2000-ഓളമായിരിക്കുന്നത്. തേജസ്വിനി പുഴയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വായനയുടെ വിശാലതയിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെ സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയും അധ്യാപികയുമായ ഫെറീന കോട്ടപ്പുറത്തിന്റെ നേതൃത്വത്തിലാണ് ഈ വായനായിടം ഒരുക്കിയത്. നമസ്കാരം. വെളിച്ചം വായനാടാണ് കോട്ടപ്പുറം മെഡോസ് ഹൗസ് ബോട്ട് ടെർമിനലിലാണ് സ്ഥിതി ചെയ്യുന്നത്. കഴിഞ്ഞ 2.5 വർഷമായിട്ട് നമ്മളിവിടെ സായന ആസ്വദിക്കാൻ വരുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് പുസ്തക വിതരണം ചെയ്യുന്നുണ്ട്. ഇവിടെ 100 പുസ്തകങ്ങൾ വെച്ച് തുടങ്ങിയതാണ്. ഇപ്പോൾ 1050 പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് എത്തിയിട്ടുണ്ട്. ഓരോ സംഘടനകളായിട്ട് നമുക്ക് നൽകിയ പുസ്തകങ്ങളാണ് എല്ലാം ഇവിടെ ഡൊണേറ്റ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും പിറന്നാളായാലും മറ്റാഘോഷങ്ങളായാലും കൂട്ടായ്മകളായാലും പുസ്തകങ്ങൾ നൽകി വരുന്നുണ്ട്. ഹൗസ് ബോട്ട് യാത്രയ്ക്കെത്തുന്നവർക്കും പുഴയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവർക്കും വായനയുടെ വസന്തം തീർക്കാൻ തുടങ്ങിയ ഈ സംരംഭം 2.5 വർഷം പിന്നിടുമ്പോൾ 1000-ലേറെ പേരെയാണ് പുസ്തകങ്ങളിലൂടെ വായനയുടെ ലോകത്തേക്ക് എത്തിച്ചത്. വിദ്യാർത്ഥികളും കൂലിത്തൊഴിലാളികളും അടക്കം വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഇവിടത്തെ നിത്യസന്ദർശകരാണ്. ഇവിടെ എത്തുന്ന എഴുത്തുകാരും വിവിധ സംഘടനകളുമെല്ലാം പുസ്തകങ്ങൾ സംഭാവനയായി നൽകുന്നു. ഇതോടൊപ്പം നിന്ന് ചിങ്ങപ്രവി ദിനത്തിൽ ഇവിടെ എത്തിയ പുസ്തക വിൽപ്പനക്കാരുടെ കൂട്ടായ്മയായ ബുക്ക് ഷോപ്പ് ഓണേഴ്സ് ഫോറം 5000-ഓളം രൂപയുടെ ബുക്കുകൾ സംഭാവന നൽകി. സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് പുതിയപുരയിലാണ് പുസ്തകങ്ങൾ കൈമാറിയത്. ബുക്ക് ഷോപ്പ് ഓണേഴ്സ് ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും ലൈബ്രറികളിൽ ആഗസ്റ്റ് 15-ന് പുസ്തക വിതരണം നടത്തുന്ന ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ 2 സ്ഥലത്താണ് നമ്മൾ ബുക്ക് ഷോപ്പിൻ്റെ ഉടമകളുടെ ഈ ഒരു പ്രവൃത്തി നടക്കുന്നതെന്ന് കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡിൽ കഴിഞ്ഞ ആഴ്ച ജില്ലാ കളക്ടർ ഉദ്ഘാടനം ചെയ്ത പുസ്തകക്കൂടിൽ നമ്മുടെ സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൽ സമദും ജില്ലാ സെക്രട്ടറി നരേന്ദ്രൻ അവരൊക്കെ കൂടി രാവിലെ 10 മണിക്ക് പുസ്തക വിതരണം നടത്തി. അതിന് അനുബന്ധിച്ച് ഇപ്പോൾ ഈ കാസർഗോഡിലെ 2ാമത്തെ സ്ഥലം കോട്ടപ്പുറം സായാഹ്ന ലൈബ്രറിയാണ്. ഇവിടെ നമുക്കറിയാം വെളിച്ചം 1.5 വർഷമായി 2.5 വർഷമായിട്ട് നടക്കുന്ന ഈ ഒരു ലൈബ്രറി വളരെ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു ലൈബ്രറിയാണ്. ടീച്ചറും ഫറീന ടീച്ചർ നടത്തുന്ന ഈ ലൈബ്രറിയെക്കുറിച്ച് നമുക്ക് എല്ലാ മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാ ആളുകളും അറിഞ്ഞ് നല്ല ഒരു സാഹചര്യം, ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നടക്കുന്ന ലൈബ്രറി നമ്മുടെ സംഘടനയുടെ ആളുകളുടെ നിർദ്ദേശപ്രകാരം ആണ് നമ്മൾ ഈ ഒരു ലൈബ്രറിയെ തെരഞ്ഞെടുത്തത്. ജില്ലാ സെക്രട്ടറി രാജീവൻ ബോധി ഉൾപ്പെടെയുള്ള കൂട്ടായ്മയുടെ മറ്റ് ഭാരവാഹികളും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.